Hello guys, welcome back to another video. It's today നമ്മൾ എന്താ പരിപാടി വെച്ചെങ്കിൽ നമ്മുടെ സ്പോയിഡി മച്ചാൻ പുതിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സാധനം അതിരപ്പള്ളി പോലെ നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാപ്പിൽ. നമ്മളത് വിസിറ്റ് ചെയ്യാൻ വന്നിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പോയിഡി മച്ചാനുണ്ട്, അതുപോലെ നമ്മുടെ വേറൊരു മച്ചാനുണ്ട്, ഫിയോണിക്സ് മച്ചാനുണ്ട്. നമ്മൾ 3 പേരും കൂടിയിട്ടാണ് വന്നിക്കണത്. അപ്പോൾ നമുക്ക് എന്തായാലും മച്ചാൻ്റെ പിന്നാലെ പോയി നോക്കാം. അതോ മച്ചാൻ എൻ്റർ ചെയ്തിട്ടുണ്ട് എൻട്രൻസിലോട്ട്. ഓക്കെ ഫൈൻ, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് ഇറങ്ങിയിട്ട് കുറച്ചായി, അപ്പോൾ നമ്മൾ കുറേ ആയി അത് കയറണം എന്ന് വിചാരിച്ചു. ഇന്നാണ് അതിന് പറ്റിയത്. ഓക്കെ, നമ്മളിത് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ കണ്ടത് നമ്മുടെ ലുട്ടാപ്പി കേവാണ്. നമ്മളവിടെ ഓൾറെഡി കയറിയിട്ടുണ്ട്, വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ബിഗ് ക്രോപ്പ് ഫാൾസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും മച്ചാൻ്റെ പിന്നാലെ പോയി നോക്കാം. പിന്നാലെ പോയില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ, ഒരു വട്ടം ഞാൻ ആ ലുട്ടാപ്പി കേവിൽ കയറിയിട്ട് ഞാൻ ഈ വണ്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കയറാണ്ട് വന്നവരൊക്കെ കൂടെ പോയി, ലാസ്റ്റ് ഞാൻ പെട്ട്. ആ സെയിം അവസ്ഥ എനിക്ക് വരാണ്ടിരിക്കാനാണ് ഞാനും അച്ഛൻ്റെ പിന്നാലെ തന്നെ കൂടെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. ഓൾറെഡി വർക്ക് ചെയ്ത് വെച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വർക്കാണ് മച്ചാൻ്റെ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തായാലും നമ്മുടെ ഓസ്ലാസ് ഗെയിംസിന് എന്തായാലും ഭാഗ്യമില്ല. അവർക്ക് എന്തായാലും അവരുടെ ഒരു ബാക്കി ഇംഗ്ലീഷുകാരെ കുറച്ച് മാപ്സ് ഇടാനുള്ള ഒരു തന്നെ ഉള്ളൂ. ഇങ്ങനത്തെ ക്രിയേറ്റിവിറ്റി എന്തായാലും അവരൊന്നും ഒരിക്കലും നോക്കുന്നില്ല എന്നാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. കാരണം അത്രയും സെറ്റായിട്ടാണ് മച്ചാൻ ഇത് പണിത് വെച്ചിരിക്കുന്നത്. അത് ഈ റൂംസിൽ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അറിയാവുന്നതാണ്, എങ്ങനെയാണ് സ്പൈഡി മച്ചാൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ. ഓരോ വർക്കും അത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് മച്ചാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. റോക്സിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റോക്ക് വർക്കും കാര്യങ്ങളും ചെയ്ത് വെച്ചു. ഈ കേവ് തന്നെ നോക്ക്, ആ കയറുന്നൊരു ഗ്യാപ്പിന് എന്ത് രസമാണ് നോക്ക് കാണാൻ. അത്യാവശ്യം എല്ലാവരും വരുമ്പോൾ IC അല്ലെങ്കിൽ അതുപോലെ 4x4 അത്യാവശ്യം അത്യാവശ്യം ഹൈറ്റൊക്കെ ചെയ്യിക്കുക വെച്ചാൽ വണ്ടിയായിട്ട് വേണം ഇവിടെ വരാനായിട്ട്. കാരണം കുത്തനുള്ള പാറയും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റെക്കായി കഴിഞ്ഞാൽ പിന്നെ റീസ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് താഴോട്ട് പോകും. അത് പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കയറി വരാൻ പിന്നെ വേറൊരു വഴി ഉണ്ടാവത്തില്ല. വരുന്നവരൊക്കെ ഹൈറ്റ് അത്യാവശ്യം പൊക്കിയിട്ട് അത്യാവശ്യം ഇതിൽ കയറ്റണം. നമ്മളത് കുറേ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വരാനായിട്ട്. ഫൈനലി നമ്മളത് കയറി എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് മച്ചാൻ്റെ പിന്നാലെ അത് കയറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു മരത്തിൻ്റെ പാലമുണ്ട്. അത് കുറച്ച് ടാസ്ക്കാണ്. ഞാൻ 3-4 റൂംസ് കയറിയിട്ട് അതിങ്ങനെ തെന്നുന്നൊരു പരിപാടിയുണ്ട്. ഓക്കെ, എന്തോ ഒരു ഭാഗ്യം, നമുക്ക് തെന്നലൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും ഇങ്ങനെ പോവാം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ കൂടെ ഒരു മച്ചാനുണ്ടായിരുന്നു, ഫിയോണിക്സ് മച്ചാൻ. ആളെ കാണാനില്ല. ഞാൻ ഓൻ്റെ അടുത്ത് വരുമ്പോൾ പറഞ്ഞാണ് IC എടുത്തിട്ട് വാ, അത് ഹൈറ്റ് കൂട്ടണം. ഹൈറ്റ് കൂട്ടാണ്ട് നോർമലി ഉള്ള ഹൈറ്റിൽ തന്നെ കൊടു നിൽക്കുകയാണ്. രക്ഷയില്ല, കയറുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. നോക്കട്ടെ എന്തായാലും, അല്ലെങ്കിൽ പിന്നെ താഴെ പോയി കയറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തായാലും ഫൈനലി നമ്മുടെ സ്പൈഡി മച്ചാൻ്റെ ലേറ്റസ്റ്റ് വാട്ടർഫോളിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ഹെലിക്യാം വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഹെലിക്യാം വീഡിയോ വന്നിട്ട്. എന്ത് രസമല്ലേ ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പേസും കൂടിയാണ്. ഐ തിങ്ക് എല്ലാവരും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ചെയ്യാത്തവരെന്തായാലും ചെയ്യുക, ഇത് ബെസ്റ്റ് പ്ലേസാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഹെലിക്യാമൊക്കെ കഴിഞ്ഞ് നമ്മളത് വണ്ടി ഇവിടെ സൈഡിലോട്ട് ഇടുകയാണ്. സൈഡിലോട്ട് ഇട്ടിട്ട് അവിടെ കുറച്ച് ഇരിക്കാനുള്ള റേസൊക്കെ ഉണ്ട്. നമുക്കവിടെ ഇരുന്നിട്ട് നമ്മുടെ പിള്ളേരായിട്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാന്നുള്ളൊരു പ്ലാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി അവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് വെള്ളം തെറിക്കിയ കാരണം വണ്ടി തെന്നുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ വണ്ടി നിർത്തിയിട്ടാലും കയ്യിൽ നിന്ന് തെറിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങളത് 3 പേര്, ഫിയോണിക്സ് മച്ചാൻ എങ്ങനെയൊക്കെയോ കയറി വന്ന് ലാസ്റ്റ് ഇതാ ഞങ്ങൾ സ്പോയിഡി മച്ചാൻ, ഫിയോണിക്സ്, ഞങ്ങൾ 3 പാടെ അവിടെ ഇരിക്കുകയായിരുന്നു. കുറേ സംസാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ഗെയിമിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചു. കാരണം മാപ്പ് ഓസ്ലാസ് ഗെയിംസിന് കുറേ ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ സ്പൈഡി മച്ചാൻ. ബട്ട് അവരത് റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ മാപ്പ് അതിൽ വന്നു വെച്ചെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനായിട്ട് മാറും. അവരെന്തുകൊണ്ട് ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. മാക്സിമം ഓസ്ലാസിനെ മെൻഷൻ ചെയ്യാന്നുള്ളൊരു ഇത് മാത്രമേ നമുക്ക് ഓപ്ഷനുള്ളൂ. ഫ്യൂച്ചറിൽ എന്തായാലും വരുമെന്ന് നമ്മൾക്ക് വിചാരിക്കാം. വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർക്കും നേപ്പാളികൾക്കും എല്ലാവർക്കും കൂടിയിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മാപ്പായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്പോയിഡി മച്ചാൻ പോയി. സ്പോയിഡി മച്ചാൻ അങ്ങോട്ട് പോവാണ്ടെന്ന് പറഞ്ഞിട്ട് മച്ചാൻ ലീവ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പോയിഡി മച്ചാനെ ടാറ്റ പറഞ്ഞ് ഒഴിവാക്കി. അത് കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ വണ്ടി എടുത്തിട്ട്
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെക്കൻ ഒരു ഒന്നൊന്നര മുതലാണ്. എന്ത് സിമ്പിളായിട്ട് കയറി വന്ന് നോക്ക്. നിങ്ങളത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ എവിടെയും സ്റ്റക്ക് ആവാനുള്ളൊരു ഐഡിയ, ഒരു സീനെ നമുക്ക് തന്നിട്ടില്ല ഇതുവരെയായിട്ടും. ആ ലുട്ടാപ്പി കേവിലൊക്കെ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വണ്ടി എത്ര കിടന്ന് സ്റ്റക്കായെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. സോ അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവർ നമ്മളെ സ്പോയിഡി മച്ചാൻ മെസ്സേജ് അയക്കുക. അപ്പോൾ ആൾ ഫ്രീ ഒക്കെ ആണെങ്കിൽ റൂംസും കാര്യങ്ങളൊക്കെ ഇട്ടുതരും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. കുറേ നേരമായി കയറിയിട്ട് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇറ്റ്സ് മീ റോങ്. സ്റ്റേ ട്യൂൺഡ് ഇൻ അനദർ വീഡിയോ. സീ യു അഗൈൻ ഗൈസ്.